വളരെ കൗതുകകരമായ ഒരു ചിത്രം കണ്ടു. അതായത് ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇങ്ങനെ 2 പാരലൽ ലൈൻ വരച്ചിട്ട് ഇതുവരെ വേൾഡ് കപ്പ് നേടിയ ടീമുകളെല്ലാം ഈ ലൈനിൻ്റെ ഉള്ളിലാണ്. 2 സ്ട്രെയിറ്റ് പാരലൽ ലൈൻസ്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് പുറത്തേക്ക് വേൾഡ് കപ്പ് പോയിട്ടില്ല. ഏഷ്യയുടെ സ്ഥാനം ലോക ജനസംഖ്യയുടെ ഒരു 80% കിടക്കുന്നത്. അടുത്തൊരു 200 വർഷത്തേക്ക് ഏഷ്യ എന്നൊരു ടീം ലോകകപ്പ് നേടും എന്ന് തോന്നുന്നില്ല എന്ന ഒരു അഭിപ്രായ പ്രകടനം കണ്ടു. പക്ഷേ ജപ്പാൻ നന്നായിട്ട് കയറി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജപ്പാൻ്റെ ഈ കയറ്റം? എന്താണ് ഏഷ്യൻ ടീമുകൾക്ക് ഈ പറഞ്ഞ അടുത്ത 200 വർഷത്തെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ജപ്പാൻ അനുവർത്തിച്ച ഒരു നയമുണ്ടല്ലോ, ആ നയം എല്ലാ രാജ്യങ്ങളും അനുവർത്തിച്ച് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അത് ജപ്പാന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജപ്പാനേക്കാൾ നല്ല ബോഡിയും ഫിസിക്കും ഉള്ള രാജ്യങ്ങളാണ് ഗൾഫ് രാഷ്ട്രം. ഫിസിക്ക് കുറവാണ് ജപ്പാൻ മോശമാണ്. അതെ, ചെറിയ ആൾക്കാരാണല്ലോ എന്ന് മാത്രം. പക്ഷേ എന്നിട്ടും ആ ബോഡി ഫിസിക് വെച്ചിട്ട് ആ ബോഡിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തു. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നോക്കിയ സമയത്ത് ഹെവി ബോഡിയുള്ള ആൾക്ക് അത്ര സ്പീഡിൽ ഓടാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണത്. അത് പൊതുവേ എങ്ങനെയാണ്, ഇപ്പോൾ ഡിഫൻസിലാണ് പൊതുവേ നല്ല ഹെവി ഫിസിക്കുള്ള ആൾക്കാർ കൂടുതൽ കാണുക. അവർ ഫോർവേഡ്സിനോളം ഓടുന്നില്ല. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ല ഓട്ടക്കാരെ ഉണ്ടാക്കി. ജപ്പാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇത് ഏറ്റവും നല്ല ഓട്ടക്കാർ ഈ സ്പീഡിൽ ഓടുന്ന സമയത്ത് വരെ ഭംഗിയായിട്ട് പാസ് ചെയ്യാനുള്ള കഴിവുകളും അവർ പഠിച്ചെടുത്തു. അത് ഒരു കാര്യം. അപ്പോൾ അത് അവരുടെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ അവർ പഠിച്ചെടുത്തത് അവരുടേതായ, അതായത് അവരുടെ ഒരു പുതിയ ശൈലി ഉണ്ടാക്കിയെടുത്തു. അതെ, അവരുടെ ബോഡിയുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ ബോഡിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടും അതനുസരിച്ചൊരു ശൈലി. പരിമിതികൾ പരമാവധി കുറയ്ക്കുക, അത് പുറത്ത് കാണരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ 2 ആളുകൾ തമ്മിൽ കൊലൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു ജപ്പാൻകാരനും ഒരു മൊറോക്കോക്കാരനും. ജപ്പാൻകാരനെ അതെ റോഡ് റോളറിൻ്റെ അടിയിൽപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയായി പോകും, അങ്ങ് ചതഞ്ഞരിഞ്ഞു പോകും. അപ്പോൾ അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ട് വേഗതയുടെ കാര്യത്തിലാണ് ഇവർ കൂട്ടിയിടിക്കാതെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് അങ്ങ് പോകുക എന്നുള്ളതാണ് അവരുടെ രീതി. അത് എവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര സ്പീഡിലാണ് അവർ എതിർ പോസ്റ്റിനെ അടുത്തെത്തുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ആ മട്ടിലുള്ള പിന്നെ വിചിത്രമായിട്ടുള്ള വിന്യാസങ്ങൾ, അത് പാസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, നക്ഷത്രം വരച്ച് കളയും ഇവർ. അതെ, അപ്പോൾ എന്താണ് ഈ ജപ്പാൻകാർ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവില്ല. ഇത് ഭംഗിയായിട്ട് ജപ്പാന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജപ്പാന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് രാജ്യത്തിനും ചെയ്യാൻ പറ്റാം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്യൻ സ്റ്റോക്കിൻ്റെ അതേ ജെനറ്റിക്സ് ഉള്ള നമ്മളെ രാജസ്ഥാൻകാരും പഞ്ചാബികളും കാശ്മീരികളും ഇവിടെ ഉണ്ട്. ഇനി അതല്ല, ദ്രവീഡിയൻ സ്റ്റോക്കാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ അതും ഒട്ടും മോശമല്ല. മംഗോളിയനാണെങ്കിൽ മണിപ്പൂർ, ആ ഭാഗത്ത് നോർത്ത് ഈസ്റ്റ്, ഇതെല്ലാമുള്ള ഇന്ത്യ, ഇതെല്ലാം സുഖമായിട്ട് നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ കഴിവും നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് അതാണ്. ഇപ്പോൾ ജപ്പാൻ ഇത്രയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ജപ്പാൻ ഒരിക്കലും ഒരു ഹെഫ്റ്റി ബോഡിയുള്ളൊരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് അതുപോലും പറ്റും. ജപ്പാനേക്കാൾ സാധ്യതയുണ്ട്, ജപ്പാനേക്കാളും ചൈനയേക്കാളും സാധ്യതയുണ്ട് ഇത്ര ജനറ്റിക് വെറൈറ്റിയുള്ള ഇന്ത്യയിൽ. നമ്മുടെ പോളിസി മേക്കേഴ്സിന് അത് തോന്നണ്ടേ? ഈ ജെനറ്റിക്സൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ സ്പോർട്സിലേക്ക് ഇറങ്ങാൻ. അത്തരം ഒരു വിഷൻ ഉള്ള ഒരാൾ നമ്മുടെ സ്പോർട്സ് ഭരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരെ തെറ്റ് തിരുത്തേണ്ടുന്ന ബുദ്ധിജീവികൾക്ക് അത്ര പോലും വിവരമില്ല. രാഷ്ട്രീയക്കാർക്കാണോ? ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം സംഭവിക്കുന്നത്. പണമില്ലാഞ്ഞിട്ടല്ല, ഇന്ന് ഏഷ്യൻ രാജ്യങ്ങൾക്ക് റിസോഴ്സ് ഇല്ലാഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പല യൂറോപ്യൻ ക്ലബ്സും വാങ്ങിയിട്ടുള്ളത് ഏഷ്യൻ മുതലാളിമാരാണ്. ലാക്ക് ഓഫ് വിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഏറ്റവും അധികമുള്ള രാജ്യം സത്യത്തിൽ ഇന്ത്യക്കാരാണ്. അതിനെയാണ് നമ്മൾ പരിഹസിക്കേണ്ടത്. ആ ലാക്ക് ഓഫ് വിഷൻ ആരുടെ ഭാഗത്ത്? രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് മാത്രമല്ല, അവരെ തിരുത്തേണ്ടുന്ന ബുദ്ധിജീവികളാണ് ഏറ്റവും പിറകിൽ. അല്ല, ഇത് ഒരു കാര്യമുണ്ട് സാറേ. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതല്ല ഈ സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്നത്. അതെ അതെ അതെ, അതിലേറ്റവും മോശം ഇവരാണ്. ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ, ഈ സൊസൈറ്റിയുടെ തന്നെ ഭാഗമാണ്. കാര്യം ഇത് കേട്ട് ഇത് എൻജോയ് ചെയ്യുന്ന സാധാരണക്കാർ ഈ നാട്ടിൽ ധാരാളം ഉണ്ട്. അതെ, ഇപ്പം ഞാനും സാറും അടക്കമുള്ള ഈ സമൂഹം കൂടെ ഇതിന് ഉത്തരവാദികളാണ്. അതെ അതെ, അതിൽ പ്രധാനപ്പെട്ട ശരിക്കും പറഞ്ഞാൽ ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പത്രലേഖകർ, മാധ്യമപ്രവർത്തകർ എവിടെയെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതെ, ഇത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും സ്വജനപക്ഷപാതവും അഴിമതിയും കാരണം എന്ന് പറഞ്ഞാൽ സ്ഥിരം നറേറ്റീവല്ലേ അവർ പറയും. അതെ, ഇത് കേട്ടാൽ തോന്നുന്നു ആ അഴിമതിയൊക്കെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീരില്ല. അതെ, അഴിമതി അതെ അതെ, നല്ല കാര്യം. അത് വേണ്ടെന്നല്ല പറയുന്നത്, അത് വേണ്ട കാര്യം തന്നെയാണത്. അഴിമതിക്കാരെ മുഴുവൻ തുറുങ്കിൽ അടക്കുകയും വേണം.
പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ പ്രോബ്ലം തീരുന്നില്ല. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന ഈ മാധ്യമപ്രവർത്തകരൊക്കെ അല്ലേ ഇത് ഗവൺമെൻറ്റിന് ശരിയായ വിഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്പോർട്സ് മന്ത്രിക്ക് സ്പോർട്സിനെ കുറിച്ച് ഇത്രേ ബോധ്യമുള്ളൂ. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ, സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ ഇത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ? ചെയ്യുന്നില്ല. അപ്പോൾ ആരെയാണ് ആദ്യം കുറ്റം പറയേണ്ടത്? അത് ഇവിടുത്തെ ഇൻ്റലക്ച്വൽസാണ്. അതാണ് ഈ വിഷൻ ഇല്ലാത്തവരവർക്കാണ്. പരിഹാസം സൃഷ്ടി മാത്രമാണ് അവർക്ക് അറിയുന്നത്. പരിഹാസം സൃഷ്ടിക്കുക, ആ ആർട്ട് അവർക്ക് നന്നായിട്ട് അറിയാം, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കേട്ടാൽ ഇപ്പോൾ ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ടാണ് 3-3.5 പതിറ്റാണ്ട് ജീവിച്ചത്. എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആത്മപരിശോധന നടത്തുമ്പോൾ വി ആർ എ ഫെയിൽഡ് കമ്മ്യൂണിറ്റി എന്ന് തോന്നാറുണ്ട് പല രംഗത്തും ഈ മാധ്യമപ്രവർത്തകർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഭാവിയിലെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് സാറിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും വളരെ യുണീക്കായിട്ടുള്ള നിലപാടുകളും പ്രേക്ഷകരോട് പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് എനിക്കും സന്തോഷമുണ്ട്. നമസ്കാരം.